ആളുകളെല്ലാം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഈ പുഴ കടന്ന് കാട്ടിക്കുടക്കരി ആ ചാഞ്ഞ് നിൽക്കുന്ന മരത്തെ പിടിച്ച് 76 മുതൽ ഇതിൻ്റെ യഥാർത്ഥ താഴ്ഭാഗം കാണുന്നത്. അങ്ങനെയാണ് കക്കയോ ഉരക്കുഴി വെള്ളത്തിലും പുറലോകം അറിയപ്പെടുന്നത്. ഈ വെള്ളം ഒഴുകി പോകുന്നത് നിങ്ങൾ വരുമ്പോൾ കരിയത്തുംപാറ തോണിക്കളമില്ലേ, ടൂറിസ്റ്റ് പ്ലേസ്, അങ്ങോട്ട് പോകുന്ന വെള്ളം ഇതാണ്. ഇതിൻ്റെ അടിഭാഗത്തൊരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കാര്യം എത്തണമെങ്കിൽ കരിയാത്തുംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയിൽ കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായ പാറയിൽ കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറി വന്നാൽ മാത്രമേ ഇതിൻ്റെ അടിഭാഗത്ത് എത്താനെത്തൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളിലോട്ട് ഇങ്ങനെ നോക്കിയാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണുന്നില്ല, പാറ പൊത്തിക്കൂടെയല്ല വെള്ളം പോലെ. അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ്. കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം. നമ്മൾ അരിപ്പാറ, സൂചിപ്പാറ, തുഷാരഗിരി, അതിരപ്പള്ളിയിലും പോയിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് പതിക്കുന്നതാണ്. ഈ തൂക്കുപാലൊന്നും ഉണ്ടായിരുന്ന നമുക്ക് ആ പാലത്തേക്കായിരുന്നു കാണാമെന്ന്. പക്ഷേ ഇത് പൊളിഞ്ഞു പോകാൻ കാരണം 2018 പ്രളയത്തിൽ കക്ക അണക്കെട്ട് തുറന്നു. കാട്ടിലെ വെള്ളം കൂടെ കൂടി പാലം മൂടി വന്ന് വെള്ളം ചളിയ 3 ദിവസം. പിന്നെയാണ് കമ്പികളിലിട്ട്. വേറെ പ്രത്യേകം പറഞ്ഞാൽ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖച്ചാള പറ, നെറ്റി, കണ്ണ്, മൂക്ക്, വായി, തടിച്ച് ഈ തള്ളിക്കുന്ന പറ. ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തിൻ്റെ സെൻ്ററാണ്. റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികളെ 5 മണി വരെ മാത്രമേ നിർത്തുള്ളൂ. 10 കിലോമീറ്റർ തലയാട് കീഴിക്കുഴി, 18 അടിവാരം, 31 ലക്ഷടി, 33 പടിഞ്ഞാറത്തറ വാണാസുര സാഗർ. പടിഞ്ഞാറത്തറ വാണാസുര സാഗറിന് വെള്ളം തുറന്നിട്ട് കക്ക അണക്കെട്ട് വരും. കക്ക അണക്കെട്ട് തുറന്നിട്ട് ആ പെരുനാമൂഴി അണക്കെട്ടിലേക്ക് ഇതിലേ പോകും. പിന്നെ അപ്പുക്കുട്ടം വള്ളിക്കുന്നതിൻ്റെ ലേഖനത്തിൽ രാജൻ്റെ ബോഡി പഞ്ചസാര ഇട്ട് കത്തിച്ച പാറ കാണിക്കുന്ന ഫോട്ടോ ഇതാണ്. ഇതെല്ലാം കേട്ട് കഴിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അറിയപ്പെടാൻ